ഇവിടെ എത്ര പപ്പടം വേണം? 2 മതിയോ? ഉണ്ണിവിട്ടൊരു പപ്പടം പ്രിയനാണ് കേട്ടോ. അവന് ഈ അവസരത്തിൽ അവൻ നല്ല മുതലാക്കും. 3 4 വേണം അവന് അല്ലേ? അത് കഴിഞ്ഞ് തരാം കേട്ടോ. ഹാപ്പി തിരുവാതിര പറഞ്ഞോ ഉണ്ണി? പറയൂ. ഹാപ്പി തിരുവാതിര. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് തിരുവാതിരയാണ് കേട്ടോ ഇവിടെ. ഇത് മലയാളികളിൽ തന്നെ ചില സ്ഥലങ്ങളിലൊന്നും തിരുവാതിര ഇല്ല എന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം പിന്നെ സ്കൂൾ കൂട്ടിയ സമയമാണല്ലോ, പിന്നെ ഏട്ടന് ഈ ദിവസം ലീവും ആവും. അങ്ങനെ കഴിക്കാൻ ഏട്ടൻ കാണിച്ചു തരും കേട്ടോ. കൂവപ്പായസം എടുക്കുക, പുഴുക്ക് ഇങ്ങനെ വെക്കുക, ഇങ്ങോട്ട് നോക്കുക. പഴം ഇങ്ങനെ ഉടയ്ക്കുക, പഴം നോക്കട, കൂവപ്പായസം, പഴം, അതിന് മുകൾക്ക് പപ്പടം. ഇത് ആക്കിയിട്ടേ ഇതുണ്ടോ ഇങ്ങനെ ഉടയ്ക്കുക. ഇത് ഉടച്ചാൽ 3 കൂടി മിക്സായി. ഇപ്പോൾ പഴം, കൂവപ്പായസം, പുഴുക്ക്, പപ്പടം. ഇതുണ്ടോ? കഴിക്കടാ. കുറച്ച് പുഴുക്ക് എടുക്ക്, കുറച്ച് കൂവപ്പായസം എടുക്ക്, പപ്പടം എടുക്ക്, ഉടക്കി. കുറച്ച് തോനെടുക്ക്. നീ എടുക്കടാ. പുഴുക്ക് എടുക്ക്. പുഴുക്ക് നല്ല എനിക്ക് മിക്സ് ആക്ക്. പപ്പടം പൊട്ടിക്ക്, പപ്പടം അതിൽ പൊട്ടിക്ക്, ഉടക്കിയത് തോനെടുക്കടാ. തോനെ അനക്ക് ഇഷ്ടം പോലെ പപ്പടം ഉണ്ട്. പഴം എടുക്ക്, പഴം ഉടക്കി ഒരു കൊട്ട് നല്ല പിപ്പിയാക്കി വിളിയാക്കി. ഉടക്കി നല്ല ഉടക്കി. പുഴുക്ക് മിക്സ് ആവട്ടെ, പപ്പടം മിക്സ് ആവട്ടെ. പപ്പടം കഴിഞ്ഞ് വെക്കിലേക്ക് പ്ലേറ്റിലേക്ക് പപ്പടം അതിലിട്ടാ വേറെ തരാം. ഇതിൽ വെക്കും. ഇതൊക്കെ വെച്ചോ ഉടക്കി നല്ല ഉടക്കി. പായസം, കൂവപ്പായസം അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഇതിൻ്റെയൊക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ ലോങ് വീഡിയോയിൽ. അപ്പം എല്ലാവരും പോയിട്ടൊന്ന് കാണാം കേട്ടോ. ഓക്കെ.